മുക്താർ മുഹിബുൻ നൂറാണ് നമ്മളെ കൂടെ ഉള്ളത്. അരീക്കോട്. പൂമുഖഭംഗിയതാരിലുമില്ല, കോമളനാം നബി യൂസുഫിലില്ല, കാമിനിമാരിലും ഈ മുഖമില്ല. പൂമുഖഭംഗിയതാരിലുമില്ല, കോമളനാം നബി യൂസുഫിലില്ല, കാമിനിമാരിലും ഈ മുഖമില്ല. മയിലുകളും കണ്ടവരെങ്കിൽ മറന്നിടുമഖിലം ഈ മുഖമേനി. മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി. മഹ്ശറിലെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. മയിലിൻ്റെ സുന്ദര രൂപമണിഞ്ഞു ചമഞ്ഞൊരു ചന്ദിരമേനി. മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. ഹലോ, വൺസ് അഗൈൻ ബുള്ളറ്റ് മാനാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ കേട്ടില്ലേ തുടക്കത്തിൽ അല്ലേ? എല്ലാവരും നാവിൻ തുമ്പിൽ പാടി, റീൽസിനൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് ഓരോരോ ഫോട്ടോ വെച്ചൊക്കെ പാടിയില്ലേ എല്ലാവരും? ഒരുപാട് ആളുകൾ, എത്രയോ പേര് ഹിറ്റായി. 2 പാട്ട്, രണ്ടും ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യത്തെ നമ്മൾ പൂമുഖഭംഗി ആരിലുമില്ല എന്ന പാട്ട്, പിന്നെ അത് ഭയങ്കര ഹിറ്റായി. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമുത്തിൻ മാധുരിയമ്മ് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. ഓ ഓ മലക്കുൽ മൗത്തിനെ ദല്ലാളാക്കി മാലിക്കുൽ മുൽക്കിൻ സമ്മാനം, മനസ്സറിഞ്ഞിരു കൈയും നീട്ടി സ്വീകരിക്കേണം. മലക്കുൽ മൗത്തിനെ ദല്ലാളാക്കി മാലിക്കുൽ മുൽക്കിൻ സമ്മാനം, മനസ്സറിഞ്ഞിരു കൈയും നീട്ടി സ്വീകരിക്കേണം. പ്രിയരേ, അന്ന മംഗളരാവിന് ബാറക്ക നേരേണം. പ്രിയ സഖി നീയൻ 3ാം കെട്ടിന് സമ്മതം മൂളേണം. ഓ അരീക്കോട് കാരിപ്പറമ്പ് മുണ്ടമ്പ്ര ITIന്റെ അടുത്താണ്. ഇവനെ നമ്മൾ കുറേ കോണ്ടാക്ട് ചെയ്ത്, പക്ഷേ തിരക്ക് കാരണമൊന്നും പറ്റില്ല. പക്ഷെ എപ്പോഴാണ് കിട്ടിയത് ഒരാളെ. പലരും നമുക്ക് റീൽസൊക്കെ സെൻഡ് ചെയ്തെന്ന് മനക്ക് അയാളൊന്ന് പോയി പൊക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, മുക്താർ നമ്മൾ കൈയോടെ പൊക്കിയിരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കും എന്നല്ലാതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, റാഹത്താണ്. സുഖമാണ്. മാരീഡ് അല്ലല്ലോ അല്ലേ? മാരീഡ് അല്ല. ഓക്കെ. സംഗീതം പഠിക്കണുണ്ടോ? ശരിക്കില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഒരു വൈബ് കീപ്പ് ചെയ്ത് വരുന്ന ആളാണ്. സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാട്ടിക് ആണല്ല? അല്ല, അങ്ങനല്ല. അതായത് ഹിന്ദുസ്ഥാനി കുറച്ച് ഹാർമോണിയം ബേസിക് കാര്യങ്ങളുണ്ട്. അശോകൻ മാഷാണ് എൻ്റെ ഗുരു, പൂവത്തിക്കണ്ടി ഹാർമോണിയത്തില്. പിന്നെ ഞാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് പോയിട്ടുണ്ടായിരുന്നു, ആർട്ട് ചിത്രരചന. ഞാൻ പിന്നെ ഫൈൻ ആർട്സ് ആർട്ടാണ്. അതെ അതെ. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം എനിക്ക് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മ്യൂസിക്കലി ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, പെയിന്റിങ് ലെവലാണെങ്കിലും പെയിന്റിങ് ആയിരുന്നു പണ്ടൊക്കെ, ചിത്രം വരയ്ക്കും.
അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം കുറച്ചുകൂടെ എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടി, കുറച്ചുകൂടി ഫ്രീഡം കിട്ടി. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ മ്യൂസിക്കിൻ്റെ റൂട്ടിലും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം സന്ദർഭോചിതമായിട്ട്, അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മദ്രസിലൊക്കെ പാടിയിട്ടുണ്ടാവുമല്ലോ. മദ്രസിൽ പാടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അന്ന് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇല്ല. എല്ലാവരും പോലെ എന്തെങ്കിലും ഉസ്താദ്മാരെ പാട്ട് വരും, അത് പാടും അല്ലേ, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന ഒരാളെന്ന് തന്നെ പറയാം. കാരണം ആ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ്, അല്ലെ ആരാ എഴുതിയത്, അല്ലെ ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്നൊന്നും നോക്കില്ല. ഈ പാട്ട് ഒരുപാട് പഴക്കമുള്ള പാട്ടാണ് ശരിക്കും. ഒരുപാട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ ട്യൂൺ ഇതല്ല. അതേ പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലം മുതൽ നബിദിനത്തിൻ്റെ ആ ഒരു കാലത്ത് നബിദിന പരിപാടികളിൽ ദഫ് കളികളിലൊക്കെ കേട്ട് ശീലിച്ച പാട്ടാണ്. പക്ഷെ അത് മശരിക്കലും മഗ്രിബിലേനി. അതെ, അതിൻ്റെ അവസാന ഭാഗമായിട്ടില്ല പൂമുഖ ഭംഗി ആരുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ ടാഗ് ലൈനാണ് ഇന്ന് ഹിറ്റായത്. അന്ന് മശരിക്കലും മഗ്രിബിലും എന്നുള്ള ടാഗ് ലൈൻ. ശരിക്കും നീയാണ് അതിന്റെ ടോൺ മാറ്റിയിട്ട് പറഞ്ഞുതരാം. അതായത് ഇത് ശരിക്കും ഒരു ട്രഡീഷണലി എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ട്യൂണാണ്. ഈ ട്യൂണിൽ ഒരുപാട് പാട്ടുകൾ മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഇതിന്റെ ഭഗവേദങ്ങൾ ഇനിയും വേറെ ഉണ്ട്. ഇപ്പോൾ റംലാബീഗം പാടിയിട്ടുള്ള സ്വർഗത്തിന് അതിർപ്പത്തിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതിന്റെ ഒരു കോളത്തിൽ വരുന്ന അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. പക്ഷെ ഇത് എന്തോ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളിൽ തട്ടിയതാണ് ഈ വരികളും ഈ ട്യൂണും ഒക്കെ. അപ്പം ഞാൻ ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു മൂഡിനനുസരിച്ച് അതിനൊന്ന് മെരുക്കിയെടുത്തിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന്റെ വരികൾ ആരാ ശരിക്കും? വരികൾ എന്ന് പറഞ്ഞത് ഞാൻ ഇതിന്റെ വരികൾ ആരാ എഴുതിയെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കുറെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് പിന്നെ TMC ഉസ്താദ് മുക്കം എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് യൂട്യൂബിലൊക്കെ ഇങ്ങനെ അറിയുന്നത്. അപ്പോൾ ഇല്ല മരണപ്പെട്ടു പോയി. പിന്നെ ഇപ്പോൾ ഷെമുപ്പര മക്കളായിട്ടൊക്കെ ഞാൻ നല്ല കമ്പനി ഉണ്ട്. ആമീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പിന്നെ മക്കളുമായിട്ട് ഞാൻ നല്ല ബന്ധമാണുള്ളത്. ഒന്ന് നമ്മളെ പിന്നെ സൂഫിസം പുസ്തകങ്ങളൊക്കെ എഴുതുന്ന സിദ്ദീഖ് മുഹമ്മദ് കൊടുവള്ളി, അദ്ദേഹത്തുമായിട്ട് ഞാൻ +2 കാലം മുതൽ അറിയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ മകനാണ് അതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ എങ്ങനെ അറിഞ്ഞത്? ഇദ്ദേഹത്തിന്റെ വേറെ ബ്രദറുണ്ട് ദസ്തഗീർ എന്ന് പറഞ്ഞത്. ഞാൻ ഈ പാട്ടിന്റെ ഉറവിടം അന്വേഷിച്ച് എത്തുന്നത് ഈ ദസ്തഗീർ എന്ന് പറയുന്ന അദ്ദേഹത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് ട്വിസ്റ്റ് മൊത്തം ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പോപ്പുലർ സോങ് എന്ന് പറയാ ഇതായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടില്ല. ഒരുപാട് 1-2 സോങ്ങുകളാണല്ലോ അങ്ങനെ വരുള്ളത്. അതെ. ഇപ്പൊ ഇത് കുറച്ചും കൂടെ പോപ്പുലർ ആയാല് മാറി. അതേപോലെ തന്നെ നമ്മളെ വെള്ളലിബാസ് അതോ? വെള്ളലിബാസിന്റെ സ്വന്തം സോങ് ആണ്. എന്റെ ആത്മകഥാണ് ആ പാട്ട്. അതെ. അത് എന്നെ പാടിയതാണ് അല്ലെങ്കിൽ അതിന്റെ രചന, ട്യൂണ് എല്ലാം ആ പാട്ടിൽ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതെ. അത് അതിന്റെ എല്ലാ കംപ്ലീറ്റ് രചന മുതൽ ഒരു പാട്ട് ജനിക്കണ മുതൽ അത് പബ്ലിക്കിൽ എത്തുന്നത് വരെയുള്ള അല്ല, വിഷ്വൽ ഒഴിച്ച് ഓഡിയോ സെക്ഷൻ മൊത്തം ഒറ്റക്ക് കൈകാര്യം ചെയ്തു. ഇപ്പോൾ കിനാക്കിളിപ്പാട്ട് എന്ന് പറയുന്ന നമ്മുടെ അമർ നൗഷാദ് കണ്ണൂർ നൗഷാദ് നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ ഉണ്ടാക്കിയ സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പുതിയ എന്താ പറയാ പ്രോജക്റ്റ് ആണ് കിനാക്കിളിപ്പാട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കിനാക്കിളിപ്പാട്ടിലൊരു മെയിൻ സിംഗറാണ് ഞാൻ. അതിൻ്റെ ഒരു മെയിൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പാട്ടുകൾ. അപ്പം അതിൽ എന്താ പറയുക, ആ പാട്ടുകൾ മൊത്തം ഓർക്കസ്ട്രേഷൻ ചെയ്തത് ഞാനാണ്. സംഗീതം ചെയ്തത് നൗഷാദ്ക്കാണ്, നമ്മളെ നൗഷാദ് കണ്ണൂർക്ക. രചയിതാക്കൾ എന്താ പറയുക, ഈ നമ്മളൊരു ഗ്രൂപ്പ് ക്രോഡീകരിച്ചുണ്ടാക്കി. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരുപാട് നല്ല കഴിവുള്ള രചയിതാക്കളുണ്ട്. അവരൊക്കെ എന്താ പറയുക കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഗ്രൂപ്പാക്കി. അങ്ങനെ അമർ ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു ലെവലിൽ അതൊരു സംഘടനയായിട്ട് ഇനി വരാൻ പോവുകയാണ്. അതായത് ഈ മാപ്പിളപ്പാട്ട് രംഗത്തുള്ള പിന്നെ എന്താ പറയുക നല്ല കഴിവുണ്ടായിട്ടും അറിയപ്പെടാൻ സാഹചര്യം അപ്പം അവർക്കൊക്കെ അവസരങ്ങൾ ഒരുക്കാനും അതേപോലെ പിന്നെ ഈ ബ്രാൻഡ് ചെയ്യപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ സംഘടന മുഖാന്തരം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ജില്ലകൾ തോറും അതിന് കമ്മിറ്റികൾ ഇപ്പം ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ വെള്ളലിബാസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ കുറെ കഥകളുണ്ട്. അത് മൊത്തം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഇമോഷണൽ സ്റ്റോറീസ് ഉണ്ട് ഇപ്പോൾ ആ വരികളുടെ പിന്നിൽ. പക്ഷെ അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യം എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ആ സിമ്പിളായിട്ടുള്ള റൂമാണ് എൻ്റെ സ്റ്റുഡിയോ. അവിടെ നമ്മൾ ആളുകളെ വരുത്തുന്ന ഒരു സ്റ്റുഡിയോ അല്ല അത്. നമുക്ക് പേഴ്സണലി ഒന്ന് നെടുവീർപ്പിടാനുള്ളൊരു സ്പേസാണ്.
അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു 3 ആഴ്ചത്തോളം എന്താ പറയുക ഈ മരണത്തിൻ്റെ മൂഡിൽ കിക്കായിരുന്നിട്ട് പ്രൊഡക്ഷൻ ചെയ്തെടുത്തതാണ് ആ പാട്ട്. അതായത് രാവും പകലും. അത് നിങ്ങൾക്ക് അറിയാം, ആ സ്ഥലം രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര വിജനാണ് ആ ഒരു ഏരിയ. അപ്പോൾ അവിടെ ഒറ്റക്ക് നിന്നിട്ട് രാത്രികളിലൊക്കെ ഈ പിന്നെ വെള്ള ലിബാസിന്റെ BGM ക്രിയേറ്റ് ചെയ്യണതും പിന്നെ പാട്ട് ആ മൂഡിൽ പേടിയാവും സത്യം പറഞ്ഞാൽ നോർമൽ ഒരാൾ. പക്ഷെ ഞാൻ അതിലങ്ങോട്ട് കിക്കായി പോവുക. അങ്ങനെ 3 ആഴ്ചത്തോളം എടുത്തിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. അഡിക്റ്റ് ആയിട്ട് എന്താ പറയുക, സംഗീതത്തിന്റെ ആത്മാവിനാണ് തൊട്ടറിയാണ് ശരിക്കും അല്ലേ? അത് തന്നെയാണ് എല്ലാവരും സംഭവിക്കുന്നത്. പലയിടത്തും പിന്നെ ഒരുവിധം വരികളൊക്കെ ഏകാന്തതയിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ സംഗീതത്തില് അല്ലേ? സംഗീതത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ കാണുമ്പോൾ അവസരോചിതമായിട്ട് വരുന്ന വരികൾ പിന്നീട് അതിന് ബാക്കിയുള്ള വരികളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കേൾക്കാൻ ചിലപ്പോൾ ഉണ്ടാവുക. ഒരു സംഗീത സംവിധായകൻ അല്ല, സംഗീതത്തിന്റെ രചയിതാവിന് ഉണ്ടാവണതാണ് കേട്ടോ. നമുക്കൊന്നും അങ്ങനെ തോന്നല്ലേ, നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിമ പോകുമ്പോഴൊക്കെ ആയിരിക്കും പാട്ട് വരിക. അപ്പൊ ട്യൂണും വരികളും ഒരുമിച്ച് വരും. ഓഫറാ. മറ്റുള്ള ചിന്തകളില്ലാതെ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിന്തകളുണ്ടാവും. ചിന്തകൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് ട്രാവൽ ചെയ്യണത് നമ്മളെ വരികൾ. അങ്ങനെ അപ്പം എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു 4 വരി കിട്ടി, ഇത് കൊള്ളാൻ തോന്നും. പിന്നെന്ത് ചെയ്യും, അതവിടെ കുറിച്ച് വെക്കല്ലേ, വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പോവും. പിന്നീട് അത് മനസ്സിലേക്ക് വരണമെന്നില്ല. ഇല്ല, അത് പോയതാ, പിന്നെ കിട്ടൂല. പിന്നെ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ട്യൂണും വരികളും അവിടെ രജിസ്റ്റർ ആയല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ബാക്കി കിട്ടുമ്പോൾ എഴുതുക, അല്ലാതെ അത് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കൂല. അങ്ങനെ ഇരുന്ന സാധനം എന്താ പറയാ, റെഡിമെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പോലെ. ഓരോ സമയത്തായിട്ട് കിട്ടുന്ന എന്താ പറയാ മൂല്യമുള്ള വാക്കുകളൊക്കെ കൂട്ടി ചേർന്നിട്ട് പിന്നീട് സംഗീതമായിട്ട് മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അതിനൊരു എന്താ പറയാ ലൈഫ് ഉണ്ടാവും. മുക്താറിന് ആരൊക്കെയുണ്ട് ഫാമിലി? എനിക്ക് ഉപ്പ, ഉമ്മ, പിന്നെ 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ, പിന്നെ എൻ്റെ അമ്മായിൻ്റെ മോള്, പിന്നെ കൊച്ചത്താത്ത എന്ന് പറയുന്നത്. പിന്നെ ആള് അത്യാവശ്യം പാടും. എന്നോട് കുറച്ചുകൂടെ കലാപരമായിട്ട് എനിക്ക് കൂടുതൽ ഫാമിലിയിൽ നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യണത് താത്തയാണ്. അപ്പോൾ എൻ്റെ പാട്ടുകൾക്കാണെന്നുണ്ടെങ്കിൽ കലോത്സവം മുതലേ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ചിത്രരചന അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മത്സരത്തിന് കോമ്പറ്റീഷന് തിരുവനന്തപുരം, കോട്ടയാണെങ്കിൽ കോട്ടയം, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് കൊണ്ടുപോയാലൊക്കെ എൻ്റെ അമ്മായിൻ്റെ മോളായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് ഇന്നും എന്താ പറയുക അതേപോലെ തുടരുന്നുണ്ട്. അപ്പോൾ ഇനി ഇറക്കുന്ന പല പാട്ടുകൾക്കും പിന്നെ എൻ്റെ പെങ്ങള് ഫാഷൻ ഡിസൈനറാണ്, അതേപോലെ താത്ത എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവരാണ് ഞാൻ അടുത്ത വർക്കിന് കോസ്റ്റ്യൂം ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വർക്കുകൾ ഇഷ്ടം പോലെ ഇറങ്ങാണ്ട്, 1 2 ഒന്നുമല്ല. അപ്പോൾ നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ ഈ ഒരു പാട്ടിൻ്റെ സംവിധായകനെ അല്ലെങ്കിൽ ആ ഒരു പാട്ട് പാടിയ ആള്, അപ്പോൾ ആ ഒരു ഗാനഗന്ധർവനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. കാണാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റിയില്ല, വളരെ സന്തോഷമുണ്ട് മുക്താർ ഭായ്. പിന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ളത്. കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്നൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല ചിലപ്പോൾ. പക്ഷേ നമ്മൾ വീഡിയോൻ്റെ പരിമിതി ഉണ്ട്, നമുക്കൊക്കെ 8 10 മിനിറ്റിൽ ഉൾക്കൊള്ളിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ആളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഇനിയും വേണം. കാരണം പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടാണ് ഒരു സംഗീത സംവിധായകൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഗീതജ്ഞൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ പിന്നിൽ പ്രേക്ഷകരാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻഷാ അല്ലാ പിന്നെ ഈ അടുത്ത് തന്നെ കോഴിക്കോട് നമ്മുടെ അമർ ഓർഗനൈസേഷൻ്റെ ബാനറിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഷൂട്ടിംഗ് ഫ്ലോറും മൊത്തത്തിലുള്ള ഒരു സ്റ്റുഡിയോ സമുച്ചയം. എവിടെയാണത്? അത് കോഴിക്കോട് അശോകപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതെ, അറിയിക്കും, തീർച്ചയായിട്ടും അറിയിക്കും. പിന്നെ അതേപോലെ അതിലൂടെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. ഈ അമർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുന്നതോടുകൂടി അതിനൊക്കെ പരിഹാരമായി മാറും. എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് എന്താ പറയുക അപേക്ഷിക്കണം. അല്ല മുക്താർ, അതുപോലെ എല്ലാ സംഗീത പ്രേമികൾക്കും അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ആസ്വദിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ പേരിൽ മുക്താറിൻ്റെ പേരിലൊക്കെ ഒരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ, താങ്ക് യു.